കൂട്ടുകാരെ നമ്മുടെ അൺലോഡിങ് പറഞ്ഞ കഴിഞ്ഞു. Sal de la rotonda por la primera salida por el Ingude del Maresme. ഇപ്പം എന്തൊരു സംഭവം എന്നുള്ളത് നോക്കട്ടെ. ആ വണ്ടി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പയ്യനെ സ്കൂട്ടാവാം. ബൈക്ക് എടുക്കാണ്ട് വേണം പോകാനായിട്ട്. ഇതിൽ പോകാൻ പാടില്ല എന്ന് മാപ്പിൽ എഴുതിയിട്ടുണ്ട്. 10 ടണ്ണിൽ കൂടുതലൊക്കെ കയറാൻ പാടില്ല എന്ന്. പക്ഷെ നമുക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ല. Sal de la rotonda por la primera salida por el Ingude del Maresme. Sal de la rotonda por la quinta salida por el Ingude del Maresme. ടണ്ണിൽ കൂടുതൽ ഇതിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയണേ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം എന്തൊരു പരിപാടിയെന്ന്. എനിക്ക് വലിയ വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ ഈ റൂട്ട്. തെറകോണ ജെയ്ത. ഓക്കെ, നമുക്ക് ഹൈവേന്ന് ആർപെസേത്ത് എടുത്തിട്ട് പോകാം. അതായിരിക്കും നല്ലത്. ടോളില്ലാത്ത റോട്ടിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കട്ടെ. അറിയില്ല, പോയി നോക്കട്ടെ. En 1 kilómetro. Toma la salida 607 a la derecha por la C245, después mantente a la izquierda. നമുക്ക് തറകോണ വഴി പോവാം. തറകോണ ജെയ്ത ഹിരോണ ഇത് തന്നെയാണ് റൂട്ടെന്ന് തോന്നണം. നോക്കി നോക്കാം. 2 മാപ്പും കാണിക്കുന്നത് വേറെ റൂട്ടാണ്. Mantente a la izquierda por la C245, después mantente a la derecha. Mantente a la derecha por la C245. അടുത്ത ലൈനിൽ നിന്ന് ഇട്ട് കൊടുക്കാം.
ചെയ്ത് തന്നെയാണ്. കണ്ണടയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായേനെ. Toma la salida 606 a la derecha en dirección San Llevan de Espí, después entra en la rotonda. ഇപ്പോഴും ഞാൻ കൺഫ്യൂഷനിലാണ് ഏത് റൂട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് അറിയാത്തൊരു ഒരവസ്ഥ. AP7 ചെയ്ത സർവസ തറകോണ. നമുക്ക് പോകേണ്ടത് തറകോണ റൂട്ടാണ്. അപ്പം നമ്മളിന്ന് ഇവിടെ ചെന്ന് നമ്മളിന്ന് ഇറക്കിയ ഡെസ്കിൽ വന്നിട്ട് ഡക്കിൽ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കയറ്റാനായിട്ട്. അപ്പോൾ നമ്മളൊരു കണക്കിന് സംഭവം കയറ്റി കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ വന്ന പകുതി പേരും വണ്ടി ഇവിടെ കയറ്റാറില്ലാണ്. എന്നിട്ട് പോയിട്ട് ചെറിയ വണ്ടിക്കാണ് ഇവിടുന്ന് കയറ്റാറുണ്ട്. കാരണം അവിടുത്തെ ഡക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷനാണ് അവിടേക്ക് കയറ്റാനായിട്ട്. കഴിഞ്ഞ് കാരണം അത് വളച്ച് കയറ്റാൻ പറ്റില്ല, തിരിഞ്ഞിരിക്കണേ ഡക്ക്, നേരെ അല്ല ഇരിക്കണേ, കോൺട്രാരിയോ അതായത് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കണേ. അപ്പോൾ നമ്മളൊരു കണക്കിന് സംഭവം കയറ്റി ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് കൊണ്ടുവന്ന് ഇറക്കിയത് എന്താണത്, പുള്ളി ഇന്ന് കൊണ്ടുവന്ന് ഇറക്കിയത് തന്നാണത്. അപ്പം നമ്മൾക്ക് ഏകദേശം റൂട്ട് ക്ലിയറായി വരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ റൂട്ട് ക്ലിയറായി. ബാക്കി വിശേഷങ്ങൾ ഇനി പിന്നെ. En 7 kilómetros, mantente a la izquierda por la 15. അപ്പോൾ അവിടെ 7 പലറ്റായിരുന്നു അവിടെ ഇറക്കാണ്ടായിരുന്നത്. അപ്പോൾ അത് ഇറക്കിയത് ഇലക്ട്രോണിക്സ് ഇതാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തോ സംഭവം ഇതാണെന്ന് എനിക്കറിയില്ല. ഒക്കെ അങ്ങനെ അത് ഇറക്കി കഴിഞ്ഞു. Amigo, está cogiendo esta. അവൻ കുറേ നേരമായി ഇപ്പോഴത്തെ ലൈൻ എടുത്തോണ്ട് പോണം. മൂന്നാമത്തെ ലൈൻ അങ്ങനെ തന്നെ തിന്നോണ്ട് പോവാ പുള്ളി. നമുക്കപ്പോൾ ഇന്നൊരു ഉച്ച കഴിഞ്ഞ് 45 മിനിറ്റ് എന്തായാലും റെസ്റ്റ് ഇവിടെ എടുക്കാൻ വേണം. ആയിക്കോട്ടെ. ഒരു കണക്കിന് പുള്ളി ലൈൻ മാറ്റി തന്നത് ഇപ്പോഴും ആ അറ്റത്തോടെ കയറ്റിക്കൊണ്ട് പോകാൻ.
ഇപ്പം എടുത്തോട്ട് വരും. ടെലഫോൺ സംസാരത്തിൽ മുഴുകിയിരിക്കണ്. അവൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളപ്പോൾ ഇവിടുന്ന് നേരെ AP7 2.8 ഇതിലെ തന്നെ നമുക്ക് പോകണ്ട. അതായത് ഇത് കാണിച്ചത് En 2,5 kilómetros, mantente a la izquierda por la 15. ടോൾ റൂട്ടാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ ടോൾ റൂട്ടിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇനി തിരിച്ച് ടോളിൽ കൂടെ പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കയറി വന്നു, അവിടെ നിന്ന് വളഞ്ഞ് 2 GPS കാണിച്ച ടോൾ റൂട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ബോർഡ് നോക്കും. വേറെ നിവൃത്തിയില്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വഴി. നമുക്ക് പോകേണ്ടത് ഇപ്പോൾ തറകോണ എന്നുള്ള സ്ഥലത്ത്, തറകോണ വലൻസിയ റൂട്ടിലേക്കാണ്. അപ്പോൾ GPS കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് നോക്കി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വലൻസിയയിൽ അവിടെ ചെന്നിട്ട് ഒരു ലോഡ് ഇറക്കിയിട്ട് വീണ്ടും സെക്യൂരിറ്റി പാർക്കിങ്ങിലാണ് പറഞ്ഞാണ്. എനിക്കത് ഉറപ്പില്ല, ഞാൻ ഈ പ്രാവശ്യം സെക്യൂരിറ്റി പാർക്കിങ്ങിൽ ഇടുന്നു. കാരണം എന്നിട്ടാന്ന് വെച്ചാൽ അവിടെ സെക്യൂരിറ്റി പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോണ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ നിന്ന് ടോൾ റോട്ടിൽ കയറും, അവിടുത്തെ പാർക്കിങ്ങിലിടും. അത് കുറച്ചും കൂടെ സേഫ്റ്റിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ കൂട്ടുകാരെ.